സുഹൃത്തുക്കളെ നമസ്കാരം. ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മുന്നണിയുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ കണ്ടു കഴിഞ്ഞാൽ പണ്ട് നമ്മളൊക്കെ പറയും ഒറ്റാലി കിടന്നുമില്ല, വടക്കൊന്നും വന്നുമില്ല, ഒറ്റാലി കിടന്നുമില്ലെന്ന് എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയായത്. ഇപ്പോഴത്തെ ഈ പിണറായി വിജയനെ കാണിച്ചത് മലബാറിലുള്ള പണ്ടൊക്കെ ഇവർ ഭയങ്കര മുസ്ലിം പ്രീണനമായിരുന്നു. മുസ്ലിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നത് ഞങ്ങളാ എന്താ പറഞ്ഞാൽ ഇറാഖ് യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ സമരം നടത്തുന്നവരായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. ഇപ്പം ആണെങ്കിൽ ഒരുമാതിരി മുസ്ലിങ്ങളെ അവർ വെറുപ്പിച്ചു. മലബാറിലുള്ള സീറ്റുകൾ മുസ്ലിം ലീഗിനെ കിട്ടത്തുള്ളൂ എന്നുള്ളത് ഉറപ്പായി. മുസ്ലിം ലീഗിനെ ആകെ ഇവരെ സ്നേഹിച്ച് നക്കിക്കൊല്ലാനായിട്ടൊക്കെ നോക്കി, പക്ഷേ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് അവരെ വെറുപ്പിച്ച് അടുത്ത ഒരു പരിപാടിയാണ് പിണറായി വിജയൻ ചെയ്തത്. വെള്ളാപ്പള്ളി നടേശൻ്റെ സുകുമാരൻ നായരുടെയും ഒക്കെ തോളെ കൈയിട്ട് അവരെ കൂടെ കൂട്ടുപിടിച്ചിട്ട് എങ്ങനെങ്കിലും ഒക്കെ ജയിക്കാം എന്ന് വിചാരിച്ചു. നടക്കുന്ന കാര്യമായിരുന്നു. പക്ഷെങ്കിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി അത് പാളിപ്പോയി. തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. പക്ഷെങ്കിൽ അപ്പോൾ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പി രാജീവും മന്ത്രിയും രാജേഷ് മന്ത്രിയൊക്കെ പറയുന്നത്, അപ്പോൾ ഗോവിന്ദൻ തന്നെ പറയുന്നത് തന്ത്രിയൊക്കെ ഭയങ്കര കൊള്ളക്കാരാണ്. അവരുടെ പാർട്ടി മെമ്പർമാർ വാസുവും പത്മകുമാറും ഒക്കെ അകത്ത് കിടക്കുക. അവരെ പറ്റിയൊന്നും പറയത്തില്ല. അവരെ ഇതുവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് പോലുമില്ല. എന്നിട്ടാണ് ഈ തന്ത്രിയെ പറ്റി പറഞ്ഞത്. ഇവിടെ ഈ തന്ത്രിയെ കോടതി ഒരു കാരണവും ഇല്ലാതാണ് ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് തന്ത്രിയെ വെളിവിട്ടു. തന്ത്രി ഇപ്പം വെളിയിലിറങ്ങി. അതോടുകൂടി ഇപ്പോഴത്തെ ഈ സർക്കാരിന് വെപ്രാളമായി. ഒറ്റാലി കിടന്നുമില്ല, വടക്കൊന്നും വന്നുമില്ല. മുസ്ലിങ്ങളുടെ കിട്ടത്തില്ല, ഹിന്ദുക്കളുടെ വോട്ടൂടെ പോയി. ഒരു കാരണമില്ലാതെ ഈ തന്ത്രിയെ ഇവർ അറസ്റ്റ് ചെയ്തു. എന്തിനാ? വെറുതെ മന്ത്രിയെ രക്ഷിക്കാനായിട്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി. ഇപ്പം അടുത്ത തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് ഈ മലബാറിലെ മുസ്ലിങ്ങളുടെ വോട്ട് ഇവർക്ക് കിട്ടത്തില്ല. മറ്റു തിരുവിതാംകൂർ, കൊച്ചി തൊട്ട് ഇങ്ങോട്ടുള്ളൊരു 9 സീറ്റ് ഇവർക്കിത് കിട്ടാനേ പോകുന്നില്ല എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. ഗോവിന്ദൻ മാസ്റ്ററൊക്കെ ഈ കിടന്നിട്ട്, ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം ഒരു അവകാശി കഥാപാത്രമാണ്. ഇവരൊക്കെ എന്തോ ചെയ്ത് കഴിഞ്ഞാലും ഒരു കാര്യവുമില്ല. ഇവരൊക്കെ നടത്തിയ ജാഥ തന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കിയപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ ഒരാൾക്ക് പോക്കറ്റിൽ പൈസ ഇട്ടപ്പോൾ അറിഞ്ഞത് റോഷി അഗസ്റ്റിന് മാണിയുടെ ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനുമായിട്ട് മൈക്ക് തട്ടിപ്പറിച്ചപ്പോഴാണ് അവരുടെ ജാഥയുടെ കാര്യം അറിഞ്ഞത്. പിന്നെ ബിനോയ് വിശ്വം തന്നെ പറഞ്ഞ് ഈ ജാഥ വളരെ മോശമായിരുന്നു, ഇങ്ങനെയൊക്കെ ജാഥ അറിയപ്പെടുന്നത്. ഓക്കെ, ഇത്ര പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.